ഹലോ, എല്ലാവർക്കും ശ്രീദേവി കപ്പിൾ റോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ കെയർ ടിപ്സാണ്. അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മുടി കട്ടിയാക്കി പെട്ടെന്ന് തന്നെ കട്ടിയാക്കി കിട്ടാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ്. അപ്പോൾ അതിൽ നമുക്ക് മൂന്ന് സാധനങ്ങളും മതി. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തലമുടിയൊക്കെ കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാം, പെട്ടെന്ന് തന്നെ കട്ടി കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യേണ്ട ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നൈറ്റിൽ മാത്രം, പകലൊന്നും നമുക്ക് ഇടരുത്. ഇത് നൈറ്റിൽ, അതായത് സന്ധ്യ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കിത് പുരട്ടാം. അപ്പം എന്നിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെയർ കെയർ ടിപ്സാണ്. ഇത് നല്ല സൂപ്പറായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടതായിരുന്നു. അതിൽ ഒരുപാട് പേർക്ക് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്യുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മുടി പോലും പോകത്തില്ല, നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് 2 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു പകുതി സവാള വേണം. ഇത് കണ്ടോ, അതായത് ഒരു ചെറിയ സവാളയുടെ പകുതി മതി. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരാഴ്ചത്തേക്കുള്ളതാണ് നമ്മളിത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ വെറുതെ നമ്മളിതുപോലെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഇതും കൂടി ഉണ്ട് ഇതിലോട്ട് തന്നെ. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നമുക്കിത് അരിച്ചെടുത്തിട്ട് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങളിതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കണം. നിങ്ങളിത് ഒരാഴ്ച തന്നെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. പിന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും ഒക്കെ നല്ല സൂപ്പർ ടിപ്സാണ്. വേറെ ഒരു നമുക്ക് എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ. അപ്പം ഒരു ചിലവും കൂടാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി നല്ല റെഡിയാക്കി എടുക്കാൻ പറ്റും. മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞ സാധനം ജീവിതത്തിൽ വരത്തില്ല ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഞാൻ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാഴ്ചത്തേക്കാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത്. അല്ലാണ്ട് കുറേ അങ്ങോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഒരു പകുതി സവാള എടുക്കുക, പിന്നെ 2 ഗ്ലാസ് വെള്ളം, അതിൽ 2 സ്പൂൺ ചായപ്പൊടി, ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇടുക. ഇത്രേ കാര്യമുള്ളൂ. പിന്നെ ഇത് നമ്മൾ റെഡിയായി വരുമ്പോൾ ഒരു സാധനവും കൂടി ചേർക്കുക. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത് പുരട്ടിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടായിരുന്നു. നമ്മുടെ നെറ്റ് കയറൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, മുടി നല്ലതായിട്ട് കഷണ്ടി പോലെയൊക്കെ ആവണേനും ഒക്കെ ഏറ്റവും നല്ല. ചിലവർ വട്ടത്തിലൊക്കെ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകും. അതിനൊക്കെ സൂപ്പർ ഒരു ടിപ്സാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ദിവസവും രാത്രി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ചങ്ങോട്ട് ഭയങ്കരമായിട്ട് പറ്റി വരണം അങ്ങനെയൊന്നുമില്ലേ. നമുക്ക് സവാള കുറച്ചൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇനിയും ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് അറിയാണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ
വേറെ ഒരു സാധനവും നമ്മൾ ചെയ്തു കൊടുക്കണ്ട മുടി വളരാൻ. ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി നമുക്ക് എളുപ്പമാണ്. പിന്നെ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് പിന്നെ എടുത്ത് തലേ ദിവസം എടുത്ത് പുറത്ത് വെക്കും. ഇപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇത് സ്പ്രേ, അതായത് നമുക്ക് രാത്രിയല്ലേ നമ്മളിത് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അപ്പോൾ ആ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഇത് നമുക്കിത് റെഡിയായി കിട്ടും. ഇത് സന്ധ്യയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്കിത് പുരട്ടി കൊടുക്കാം കേട്ടോ, സന്ധ്യയ്ക്ക് ശേഷം. അപ്പോൾ ഇപ്പോൾ സന്ധ്യയ്ക്ക് നിങ്ങളിപ്പോൾ ഒരു 6 മണി 7 മണിക്കൊക്കെ പുരട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൊക്കെ എടുത്ത് പുറത്ത് വെക്കുക. അതിനൊരു 3 മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് തണുപ്പ് മാറും. അല്ലെങ്കിൽ പിന്നെ തണുത്തോട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ കോൾഡും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് കോൾഡോ ഒന്നും പിടിക്കത്തില്ല. അതേ സവാളയൊക്കെ നമ്മുടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത്രയും നമുക്ക് ഇനി നമുക്കിതിലോട്ട് എന്താ ചേർക്കേണ്ടതെന്നറിയോ? ഇത് നമ്മൾ തലേ ദിവസം 1 സ്പൂൺ നമ്മുടെ ഉലുവ വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ അതായത് ഒരു 1/4 ഗ്ലാസ് വെള്ളമുള്ളൂ ഇതിൽ. അതിലോട്ട് ഞാൻ പിന്നെ ഒരു 1/2 സ്പൂൺ ഉലുവ, അത് തലേ ദിവസം നമ്മൾ കിടക്കാൻ നേരത്ത് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് തിളപ്പിക്കണേലും കൂടുതൽ നമുക്ക് റിസൾട്ട് ഇങ്ങനെ ചുമ്മാ ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കണതാണ് കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലതായിട്ട് നല്ല കുതിർന്ന് നല്ല ഇതായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക്, അല്ലാണ്ട് തിളപ്പിച്ചല്ല ഇത് എടുക്കേണ്ടത്. ഇതിൻ്റെ കൂടുതൽ സത്ത് വരണമെങ്കിൽ നമുക്ക് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് ആ ഇതും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടോ. നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സാണ് നമ്മൾ തലയിൽ പരട്ടേണ്ടത്. ഇത് നിങ്ങൾ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ഹെയർ ടോണിക്കാണത്. അത്രയും നല്ല നമ്മുടെ മുടിയിൽ നല്ല റെഡിയായി കിട്ടും. നമ്മുടെ മുടി ഒഴിച്ചിലൊക്കെ മാറും. അപ്പോൾ അതേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കി വെച്ചതാണ് കണ്ട സ്പ്രേ ബോട്ടിൽ. ഇപ്പോൾ അതേ ഇത്രയും കൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി ഇത്രേ ഉള്ളല്ലോ, അപ്പോൾ അത് തികയത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ, അതുകൊണ്ടാണിത് വീണ്ടും വീണ്ടും ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഞാൻ ഇങ്ങനെ തന്നെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കും. അപ്പം ഇത് നമുക്ക് ഓരോ ദിവസം നമ്മൾ പുരട്ടാനായിട്ട് ഇത് എടുക്കും. ആവശ്യമുള്ളത് വീണ്ടും ഫില്ല് ചെയ്യും. അങ്ങനെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് സ്പ്രേ ചെയ്യണതിനൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ തലയിൽ പരട്ടാനുള്ള ഇതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സിറം. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി, അതായത് സന്ധ്യയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് പുരട്ടാം. അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് ഈ രാത്രിയാണ് നമുക്കിത് പുരട്ടേണ്ടത്. എന്നാലേ നമുക്ക് കൂടുതൽ ഗുണം കിട്ടത്തുള്ളൂ. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തല നല്ലപോലെ ബ്രഷ് ചെയ്യണം. അതായത് ഇങ്ങനത്തെയുള്ള ഒരു പല്ലകലമുള്ള ചീപ്പ് എടുക്കണം നമ്മൾ. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് തല ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകത്തില്ല. അതിനാണ് അങ്ങനെ എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 7:30 മണിയായിട്ടുണ്ട് കേട്ടോ.
ഞാനപ്പോൾ കിടക്കാൻ നേരത്ത് അല്ല ഞാൻ പരട്ടുന്നത്, ഞാനൊരു 7-7:30 മണിക്കൊക്കെ പരട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമുള്ളൂ. രാത്രിയൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ കഴിച്ചു പാത്രം കഴിയൊക്കെ നമുക്ക് മടി വരും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് താഴോട്ടിട്ടിട്ട് നല്ലപോലെ ഒന്ന്, അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടണം. ഇങ്ങനെ ചെയ്യണം, താഴോട്ട് നമ്മൾ നന്നായിട്ട് ഒന്നിങ്ങനെ ഇരണം കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ മുടി ചെയ്യണം കുറച്ച് നേരം നമ്മൾ, എന്നാലുള്ളൂ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. എന്ന് വെച്ച് ഒന്നും കൂടി നമ്മൾ ബ്രഷ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിത് എപ്പോഴും യൂസ് ചെയ്യും. ഇതുപോലെ ഒരു സന്ധ്യ കഴിയുമ്പോൾ മുടിയൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് നമ്മുടെ മുടിക്ക് ഉള്ളു വെക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കോലം മുടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നീളം മനസ്സിലാവും. നമുക്കിപ്പം ചുരുണ്ട മുടിയായതുകൊണ്ട് നമുക്ക് വലിച്ച് നീട്ടണം. ചുരുണ്ട മുടി ഇപ്പം ഇത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെ വലിച്ച് നീട്ടണം നമ്മുടെ മുടി അറിയണമെങ്കിൽ. കണ്ടോ കണ്ടാ? അപ്പം നമ്മുടെ ചുരുണ്ട മുടിയായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നല്ല ചുരുണ്ട മുടിയാണെങ്കിൽ തിക്നെസ് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയണ, ഒട്ടും ഒരു കരുത്തില്ലാത്ത പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചീപ്പെടുക്കുക. ചീപ്പെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പില്ലേ അത് നന്നായിട്ടൊന്ന്, അപ്പം നമ്മുടെ താരനോ അങ്ങനെ എന്തെങ്കിലും പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ഒന്ന് ഇതായിട്ടിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുടി നന്നായിട്ട് നമ്മൾ ബ്രഷ് ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും. അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു മുടി വളർച്ചയൊക്കെ ഉള്ള ഒരിതാണ്. മടി പിടിച്ചൊന്ന് കെട്ടി എപ്പോഴും വെച്ചുകൊണ്ടിരിക്കരുത്. എന്ന് വെച്ച് നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ തന്നെ ആക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് അതെല്ലായിടത്തും വേണ്ട രീതിയിലാകത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ഇതെടുത്ത് വെച്ച് ഇങ്ങനെ തേക്കുക ഉണ്ടാ. അപ്പോൾ എല്ലാ വശത്തോട്ടും നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇങ്ങനെ ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം തല. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി കട്ടി വെക്കണം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നന്നായിട്ടൊന്ന്, ആ പുലുവെള്ളം ഒരിക്കലും തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. വെള്ളത്തിൽ കൂത്തി വേണം പുലുവെള്ളം എടുക്കാനായിട്ട് നമ്മൾ. നമുക്ക് ചെറിയൊരു തണുപ്പാണ് തലക്ക് ഇടുമ്പോൾ. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തുമ്പത്തോട്ടും ഒക്കെ ഒന്ന് പരട്ടി കൊടുക്കാം. ഒറ്റ മുടി നിങ്ങളുടെ പോകത്തില്ല കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. മുടിക്ക് നല്ല ഉള്ളു വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങൾ.
നല്ലൊരു മസാജും. വീട്ടിൽ തന്നെയുള്ള ഈ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുടി വളർത്തിയെടുക്കാം നല്ല കട്ടിയിൽ. അത് നിങ്ങൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലും എല്ലാം മാറും, നല്ല കട്ടിയിൽ തന്നെ വരും. ഇപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇടുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ മുടി കൊഴിച്ചിലേ ഉണ്ടാവാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ മുടി നല്ല ഇങ്ങനെ ചെയ്താണ് നമുക്ക് ഇത്രയും തിക്നെസ് ആക്കി എടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ, അപ്പോൾ നമ്മുടെ മുടി ഒരിക്കലും പോകത്തില്ല. നല്ല സാധനമാണ് നമ്മുടെ സവാള നീരും, അല്ല സവാളയും ചായപ്പൊടിയും. ഇപ്പം ഇടയ്ക്ക് കരണ്ട് പോയെന്ന്, ഇപ്പം രാത്രി ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക. ആഴ്ചയിൽ വേണം ഇത്, ഒരാഴ്ചത്തേക്ക് വേണം നിങ്ങളത് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങോട്ട് രാത്രിയാകുമ്പോൾ ദിവസവും അങ്ങോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുകൾക്കിടണമെങ്കിൽ പെട്ടെന്ന്, ഇപ്പോൾ മുടി കൊഴിച്ചിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ നിൽക്കുമ്പോഴും പിന്നെ നമുക്ക് ഒരാഴ്ച ഇടുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും. നമുക്ക് മുടി പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ലൊരു തിക്കായിരിക്കും മുടിക്ക്. അപ്പം ഞാനിത് നാളുകളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ മുടി കൊഴിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് രാത്രിയാകുമ്പോൾ നമ്മൾ ഫ്രീ ആണല്ലോ, അപ്പം ഒരു രാത്രി കിടക്കാൻ നേരം ആവണമെന്നില്ല, ഒരു വിളക്കൊക്കെ കത്തിച്ചൊക്കെ കഴിഞ്ഞുള്ള ആ നേരത്തൊക്കെ നമ്മൾ ഇപ്പോൾ അല്ലാത്ത പ്രാർത്ഥനയൊക്കെ ചെയ്യേണ്ടവരാണെങ്കിൽ പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു 7-7:30 ആകുമ്പോൾ ഇതങ്ങോട്ട് ഇടുക, നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക, ബ്രഷ് ചെയ്യുക, എന്നിട്ട് മുടി അങ്ങോട്ട് കെട്ടി വെക്കുക. അപ്പം ഞാൻ പിന്നെയൊന്നും ഇടത്തില്ല, ഞാനിങ്ങനെ എല്ലാം കൂടി പിടിച്ചേച്ച് മുകളിൽ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും. ഇങ്ങനെ പിടിച്ചേച്ച് ഇങ്ങനെ പിടിച്ച് കെട്ടി ഇങ്ങനെ വെക്കും. ഇതും കൊണ്ടാണ് ഞാൻ വെക്കുന്നത്, കെട്ടി കണ്ട ഇങ്ങനെയാണ് കിടക്കാൻ നേരത്ത് ഞാൻ കെട്ടി അങ്ങ് വെക്കുന്നത്. അപ്പോൾ കഴിയത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പർ സാധനമാണ്. മുടി കൊഴിച്ചിലും മുടി ഒക്കെ എന്താ പറയണ വളർച്ചയില്ലാണ്ട് മുരടിച്ചൊക്കെ നിൽക്കണേ പെട്ടെന്ന് തന്നെ മുടി നിങ്ങൾക്ക് കട്ടി വെച്ചിട്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.